വയനാട്ടിലെ ഏറ്റവും ചെറിയൊരു ഹില്ലാണ്, നല്ല ട്രക്കിങ്ങിന് പറ്റിയൊരു ഹില്ലാണ്. Hello everyone, very good morning to all. നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ് പോകുന്നത്. ഐ ഗസ് ഞാൻ പ്രീവിയസ് വ്ളോഗിലൊക്കെ പറഞ്ഞ പോലെ നമ്മളിവിടെ അടുത്തുള്ളൊരു സൺറൈസ് വാലി കാണാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ 2-3 പേരുണ്ട്, എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്. 5:36. ഹേ ഗൂഗിൾ, വാട്ട് ഇസ് ടുഡേസ് സൺറൈസ് ടൈം? പിന്നെ 6:08 AM ആണ്. അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ട് കേട്ടോ, ഒരു മീഡിയം ലെവൽ ഓഫ് റോഡ്. ഈ സൈഡ് പിടിച്ചോ, ആ സൈഡിൽ പതിയെ പിടിച്ചോ. പേടിക്കണ്ട. ഓ രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ, എൻ്റെ മോനെ. ഇപ്പൊ തന്നെ സെറ്റായി വരുന്നുണ്ട്, വേഗം കളിക്കും. ഓഫ് റോഡർ ദിബിൻ CBR ഓഫ് റോഡ് പോയി. കമോൺ എടുത്തോ, ഞാൻ എടുക്കാം. അല്ല നീ എടുത്തോ, പൊയ്ക്കോ, ഞാൻ വീഡിയോ എടുക്കാം. ആ മലയാണ് നമുക്ക് കയറേണ്ടത്, അങ്ങ് കാണുന്ന ആ മലയാണ്. ഓ എന്നാ ലുക്കല കാണാൻ. ഗൈസ്, ആ കാണുന്ന മല ഏതാണെന്ന് അറിയോ? അറിയുന്നവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. ആ കാണുന്ന മല വയനാട്ടിലെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ളൊരു ഹില്ലാണ്. അങ്ങ് ദൂരെ കാണുന്ന ഹില്ല് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്നാ ലുക്കാണേ. അപ്പം നമ്മൾ ഈ കുന്ന് കയറി, പിന്നെ ഒരു ചെറിയൊരു ഇറക്കമുണ്ട്. ആ ഇറക്കം ഒന്ന് ഇറങ്ങി അവിടെ എത്തിയാൽ നമുക്ക് മലയുടെ അടിവാരത്തേക്ക് എത്താം. അങ്ങ് ദൂരെ കാണുന്ന ആ ചെറിയ വെള്ളക്കെട്ടാണ് കരപ്പുഴ. അവിടെ കാണുന്നില്ല, മഞ്ഞിറങ്ങിയിട്ട് കാണുന്നില്ല ഇപ്പോൾ. നമ്മളുടെ ഓൾട്ടോ ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ മാൻ. ഒരു രക്ഷയില്ലല്ലേ എൻ്റെ പൊന്നും. സോ ദിബിന, നീ എന്താ പറഞ്ഞു? കുറച്ചു മുമ്പ് വയനാട്ടിലെ ഏറ്റവും ചെറിയൊരു ഹില്ലാണ്, നല്ല ട്രക്കിങ്ങിന് പറ്റിയൊരു ഹില്ലാണ്. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലീസിനൊക്കെ ഹിൽ ടോപ്പ് വരാൻ പറ്റി അല്ലേ? എല്ലാവർക്കും വന്ന് അത്യാവശ്യം അധികം ഇത്ര കയറിയാൽ മതി. അതെ, ഇത്ര കയറിയാൽ മതി. പക്ഷെ നമുക്ക് കിട്ടാൻ പോകുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരിക്കും അല്ലേ? ഇത്രയും ഈസി ആക്സസ് ഉള്ള ഒരു ഹിൽ ടോപ്പ് വ്യൂ വേറെ എവിടെ കിട്ടില്ലല്ലോ. ഈസി ആയിട്ട് സൺസെറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. സൺസെറ്റ് അല്ലേ? ഓ നമ്മൾ ഏകദേശം മുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ സൂര്യൻ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് വ്യൂസൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. എൻ്റെ മോനെ, ഓ എൻ്റെ മോനെ, ഇവിടെ നിന്നൊരു 360 വ്യൂ കാണിക്കാവേ. അടിപൊളി. ആ ഭാഗത്ത് അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ എന്താ പറയുക, വയനാട് വിട്ട് കഴിഞ്ഞാൽ മൊത്തം ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് കാഷ്വലായിട്ട് പറയാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞോ? എറണാകുളത്ത് നിന്നൊക്കെ നമ്മൾ ഇവിടെ വന്നിരിക്കും, എന്ത് ഒരു പ്രത്യേക ഒരു സുഖമാണ് ഈ സമയത്ത്. ഈ തണുപ്പ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായി. രാവിലെയും ചൂടാ, രാത്രിയും ചൂടാ, ഇത്രയും ചൂടല്ലേ. മഞ്ഞ് മാറുന്ന മഞ്ഞ്
പർവ്വതാനിയിൽ പട്ട് വിരിച്ച് നിൽക്കുന്ന ഒരു സെറ്റപ്പ്. പരതാനിൽ പട്ടിരിക്കുകയാണെങ്കിലും. സോ അവിടെയാണ് സൺറൈസ് അവിടെയും, പിന്നെ സൺസെറ്റ് വേണ്ടേ ഇവിടെ. നമുക്ക് കമ്പനിയായിട്ട് പയ്യന്മാരൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെയോ പയ്യന്മാർ വരുന്നുണ്ട്. സോ ആ സൈഡിൽ ചെമ്പ്രമല കേട്ടോ, അവിടെയാണ് ചെമ്പ്രയുള്ളത്. ചെമ്പ്ര എന്ന് പറയുമ്പോൾ വയനാട്ടിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. അപ്പോൾ അത് ഈ സണ്ണിങ്ങനെ റൈസായിട്ട് വരുന്നുണ്ടോ. ഇവിടെ കുറച്ച് പയ്യന്മാരുണ്ട്. സോ ഇവന്മാർ ചെന്നൈയിൽ നിന്ന് വന്നതാണ്. ആക്ച്വലി ചെന്നൈയിൽ നിന്ന് വർക്ക് ട്രിപ്പായിട്ട് വന്ന. സോ സൺറൈസ് ആയിരിക്കും. അപ്പുറത്തേക്കുള്ള വ്യൂ ഉണ്ട് പതിയെ ക്ലിയർ ആയിട്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ അറിയോ, ആ വെളിച്ചം ആ മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറി വരുന്ന ഒരു താഴ്വര. ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് അറിയില്ല, അടിപൊളിയായിട്ടുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലോ. ഇന്നത്തെ ട്രക്കിംഗ് കഴിഞ്ഞു ഗൈസ്. സോ താഴെ പോയിട്ടൊരു ചായ കുടിച്ച് നൈസായിട്ട് വീട്ടിൽ പോവാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ. സോ ഇറങ്ങാം കേട്ടോ. കാരണം ഇവിടെ ചെന്നൈയിൽ നിന്ന് വന്ന ഗൈസ് വൈബായിട്ട് ഫോട്ടോസ് എടുക്കുന്നുട്ടാ. സൂപ്പർ സൂപ്പർ സൂപ്പർ. എടുത്തു சும்மா சீர் பண்ணுங்க, நான் அப்படியே எடுக்கிறேன். சரியா? சும்மா சீர் பண்ணுங்க அப்படியே. ஓகே, சீர் 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 சீர். അടിപൊളി. നമ്മളപ്പോൾ മലയൊക്കെ കയറി ഇറങ്ങി, വ്യൂ കണ്ടു, അടിപൊളിയായിരുന്നു. സോ നമ്മളിപ്പോൾ തിരിച്ചിറങ്ങാം കേട്ടോ. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സൂപ്പർ അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, സൺറൈസ്, നല്ല കാലാവസ്ഥ, ഫോഗി ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഈസി ആയിട്ട് നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റ്. അത് മാത്രമല്ല, ആ ഈസി ആക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യൂ അത്രയ്ക്ക് ബോറിംഗ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഈസി ആക്സസ് ഉള്ളൊരു വ്യൂ പോയിൻ്റ് ആണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് വ്യൂ പോയിൻറ്റ് in Wayanad. I would highly recommend all of you to go and watch and enjoy the sunset and sunrise from Manyapara viewpoint. So that's for the day. Stay tuned for more videos. Have a good day. Bye.
ഞാൻ സൈൻ ഔട്ട് ചെയ്യായിരുന്നു. ഉണ്ട്. സൂം ചെയ്യാൻ പറ്റുമോ?